ഗൈസ്, ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പണം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും E4 എൻ്റർടൈൻമെൻറ്റിൻ്റെയും കൊളാബറേഷനാണ്. മെയിനായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ ഇവരൊക്കെയാണ് സ്റ്റാറിങ്. മുൻനിരയായിട്ടുള്ള മലയാളത്തിലെ നടീനടന്മാരൊക്കെ അണിനിരക്കുന്ന ഒരു ബെസ്റ്റ് കോമഡി ഫാമിലി എൻ്റർടൈനിങ് മൂവി എന്ന് വേണേൽ പറയാം. കൊള്ളാം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല, ബട്ട് തിയേറ്ററിൽ കണ്ടാൽ അടിപൊളിയാണ്. ചിരിക്കാനൊക്കെ അത്യാവശ്യമുണ്ട്. അതിൽ കുറേ ഇൻസ്റ്റഗ്രാമിലുള്ള കുറേ നല്ല നല്ല സ്റ്റാർസ്, ഇൻസ്റ്റഗ്രാം സ്റ്റാർസ് ഉണ്ടായിരുന്നു. അശ്വിൻ വിജയൻ, സാഫ് ബോയ്, പിന്നെ മറ്റേ ആളുടെ പേരെന്തായിരുന്നു, സിജു വിൽസൺ രോമാഞ്ചത്തിൽ. പിന്നെ വേറെ രണ്ടാളുടെ പേര് അറിയത്തില്ല. എന്നത് വന്നു കഴിഞ്ഞ് പടം കഴിഞ്ഞ് വന്നിട്ട് ഇന്നാണ് ഞങ്ങൾ പടം കണ്ടത്. പടം വന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റാണ് ഞങ്ങൾ സിനിമ കണ്ടത്. ജോയ്മോൻ ജ്യോതിർ അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. അത് പുള്ളിയുടെ കോമഡിയാണ് പടം നമുക്ക് നല്ല എന്റർടൈനിങ് ആക്കിയത്. ആദ്യമേ കൺവിൻസ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പുള്ളിയുടെ ആ ഒരു ഫണ്ണായിട്ട് വന്നതെല്ലാം സൂപ്പറായിരുന്നു. തിയേറ്ററിൽ നിന്ന് എല്ലാവരെയും ചിരിപ്പിക്കാൻ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് പൃഥ്വിരാജിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആടുജീവിതം, അതുപോലുള്ള ഈ ലൂസിഫർ ഡയറക്ഷൻ, അത് ഇങ്ങനെയുള്ള പടങ്ങൾ കണ്ടു വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിൽ നിന്ന് ഒരു അമർപ്രം തോണി ലെവലിലോട്ടുള്ള ഒരു കോമഡി കൊണ്ടുവരാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തോണ്ട കാര്യം, പൃഥ്വിരാജിന്റെയും ബേസിന്റെയും ബോണ്ട് നല്ല കിടലായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. അവർ നല്ല സൂപ്പർ കോംബോ ആണ്. അവരുടെ സിനിമ ഇനി കൂടുതൽ വന്ന അടിപൊളിയായിരിക്കും തോന്നുന്നു. ലാഗ് ഉണ്ടോന്ന് വെച്ചാൽ ചെറിയ രീതിയിലുണ്ട്, ബട്ട് അറിയാൻ പറ്റത്തൊരു ടൈപ്പ്. എല്ലാ തരത്തിലുള്ള ആൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഇനി ചില ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് പാടുപെടുമായിരിക്കും, ബട്ട് എന്നാലും കൊള്ളാം. ക്ലാസ് മൂവിയാണ്. എൻജോയ് ചെയ്തു, നല്ലപോലെ ചിരിച്ചു. പ്രത്യേകിച്ച് ജോയ്മോൻ ജ്യോതിർ, പുള്ളിയുടെ കോമഡി നല്ലപോലെ എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് ജ്യോതിറാണ് കംപ്ലീറ്റ് ലീഡ് ചെയ്തേക്കുന്നത്. ക്ലൈമാക്സിലൊക്കെ ക്യാമറ ഇതിൻ്റെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. നിഖില വിമൽ ബെസ്റ്റ് കാസ്റ്റിംഗ്. യെസ്, നിഖിലയ്ക്ക് നല്ലൊരു മെയിൻ റോളാണ്. അടിപൊളിയായിട്ടാണ്. അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. സാറിന് ഇപ്പോൾ ഒന്നെങ്കിൽ പുരുഷന്മാരായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും, അങ്ങനൊന്നുമില്ല. എല്ലാ നടീനടന്മാർക്കും ഒരേപോലെ എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രഫി എല്ലാം നൈസായിരുന്നു. യെസ്, ഒരു നമുക്ക് കണ്ടാൽ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അടിപൊളി പടമാണ്. അതാണ് ഞങ്ങൾക്ക് തോന്നിയത്. മലയാളത്തിലൊരു ലെവൽ ഓഫ് കോമഡി പടങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രേമലു ഇപ്പോൾ ഇറങ്ങി, ഗുരുവായൂർ അമ്പലനടയിൽ, അങ്ങനെ കുറച്ച് പടങ്ങൾ ഇടയ്ക്ക് വരുന്നതൊരു രസമാണ്. ഈയിടെയായിട്ട് ഫുള്ള് സർവൈവൽ ത്രില്ലർ മൂവീസാണ് ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു പടം ഇറങ്ങാന്ന് പറഞ്ഞാൽ, അതും പൃഥ്വിരാജ് ലീഡിങ് ചെയ്യുന്ന കുറച്ച് മെയിനായിട്ടും പടത്തിനകത്ത് നമുക്ക് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ റീൽസിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, അതൊക്കെ കുറേ സിനിമയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം മിക്ക സിനിമയിലും അങ്ങനെയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ആഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ അവർ കോമഡി ചെയ്യാനാണെന്നും പറഞ്ഞ് ഉദ്ദേശിച്ചതൊക്കെ കൂടുതൽ കോമഡി അല്ലാതെ കൂളായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുവാണെന്നുണ്ട് ഇഷ്ടം പോലെ ഡയലോഗുകളുണ്ട് വെച്ചിരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് സിനിമ കണ്ടിട്ട് അഭിപ്രായം തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ചിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തിയേറ്ററിൽ മസ്റ്റായിട്ട് പോയി കാണുക. അല്ലാതെ നമുക്ക് OTT ആണെങ്കിലും കാണാൻ പറ്റും. അടിപൊളി പടമാണ്. ബെസ്റ്റ് ഫാമിലി മൂവി. താങ്ക് യു.